ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു ചക്ക കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ ആ ചക്കയുടെ കുറച്ച് കുരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിലിങ്ങനെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ചക്കക്കുരു കൊണ്ടിട്ട് നമ്മൾ ചക്കക്കുരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കും. പിന്നെ ചക്കക്കുരു കൊണ്ടിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള ചാറുകറികളും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ചക്കക്കുരു എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു ചക്കക്കുരു മാങ്ങയും ചെമ്മീനും മുരിങ്ങാക്കോലും കൂടി ഇട്ടിട്ടുള്ളൊരു അടിപൊളി ടേസ്റ്റി ചാറുകറിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചേക്കണത്. ഞാനൊരു വലിയ മാങ്ങ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ കുറച്ച് ചെനച്ചതാണ്, പക്ഷെ നല്ല പുളി ആയതുകൊണ്ട് ഞാൻ ഈ മാങ്ങ തന്നെയാണ് കേട്ടോ എടുത്തേക്കണത്. ഞാനിവിടെ 2 മുരിങ്ങാക്കോല് കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചക്കക്കുരു 2 കഷ്ണമാക്കിയാണ് നുറുക്കി വെച്ചേക്കണത്. പിന്നെ കുറച്ച് പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീനാണ് അടുത്തത്. അപ്പോൾ ചെമ്മീൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ചെമ്മീൻ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് സൂപ്പറായിരിക്കും. ചെമ്മീൻ ഇടാതെയും ഈ കറി ഉണ്ടാക്കാം. ചെമ്മീൻ കഴിക്കാത്ത ആൾക്കാർക്ക് ചെമ്മീൻ ഇടാതെ ആണെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ചെമ്മീൻ ഒഴിവാക്കാതെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞാനൊരു വലിയ തേങ്ങ അരമുറി ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മൺചട്ടിയിലാണ് നമ്മുടെ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഈ മാങ്ങ കഷ്ണങ്ങളും കൂടിയും ഇടുന്നുണ്ട്. ഇത് വെന്ത് വരാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം നിങ്ങൾ അധികം ഒന്നും ഒഴിക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. ഇനി നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഇടാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ ഒന്നിങ്ങനെ ചുറ്റിച്ചെടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് നീളത്തിൽ കീറിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മുളക് വേണോ അത്ര നിങ്ങൾക്ക് ഇടാം. ഞാൻ ഈ കുക്കറിനകത്ത് നമ്മുടെ ചക്കക്കുരും മുരിങ്ങാക്കോലും കുറച്ച് വെള്ളവും ഉപ്പും ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുക്കറിൽ ഇത് വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾക്ക് സ്റ്റീം വരാൻ നിൽക്കണ്ട കേട്ടോ. സ്റ്റീം വരാൻ പോകുമ്പോഴത്തേനും നമ്മളത് ഓഫ് ചെയ്യണം. കാരണം അധികം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് സ്റ്റീം വരണതിന് മുമ്പ് നിങ്ങൾ കുക്കർ ഓഫ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ തേങ്ങ ഞാൻ ഈ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് കറിക്ക് എത്ര എരിവ് വേണോ അത്ര എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ തേങ്ങയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മാങ്ങയും ചെമ്മീനും ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുക്കറിൽ വേവിച്ചെടുത്ത ചക്കക്കുരുവും മുരിങ്ങാക്കോലും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരും മുരിങ്ങാക്കോലും ഇതിനകത്ത് ഇടുമ്പോഴത്തേന് ഇതിനകത്ത് ഒരുപാട് വെള്ളമൊന്നും പാടില്ല കേട്ടോ. ഇപ്പോൾ ഈ ചട്ടിയിൽ കാണുന്ന ഈ ഒരു ലെവലിലേ ഇതിൻ്റെ വെള്ളമൊക്കെ പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പയ്യെ ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, നമ്മളിത് ഇളക്കണ സമയത്ത് അധികം വെള്ളമൊന്നുമില്ല. കണ്ടോ, ഇതിൻ്റെ ചാറും ഈ കഷ്ണങ്ങളും സെയിം ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ വേണം കേട്ടോ നിൽക്കാൻ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ചാറ് ഒരുപാടായിട്ട് നിൽക്കരുത് കേട്ടോ. ഈ ഒരു ലെവലിലേ പാടുള്ളൂ. അധികം ചാറ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഈ അരപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാട് ഇങ്ങനെ തിളച്ച് വരാൻ പാടില്ല. തിള വരുമ്പോഴത്തേനും ഞാനിപ്പോൾ ഈ കയ്യിലുകൊണ്ട് കാണിക്കണ പോലെ നിങ്ങൾ കാണിച്ചു കൊടുക്കണം കേട്ടോ. കാരണം തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കും. അതുകൊണ്ട് തിള ഭയങ്കരമായിട്ട് വരാൻ പാടില്ല.
അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇത് തിള ഇങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ ഇപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ തിള വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കടുക് അതിലിട്ട് കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളകും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഗോൾഡൻ ബ്രൗൺ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പില ഇട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേനും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ നിങ്ങൾ തീ സിമ്മിൽ ഇട്ടേക്കണം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ കുത്തിൽ മാറിക്കഴിയുമ്പോഴത്തേനും നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ചാറ് കറിയിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ, മുരിങ്ങാക്കോല്, ചക്കക്കുരു, മാങ്ങ ചാറ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കറി എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.